ആങ്കർ ലീ ഇങ്ങനെ ഫ്രീസ് ആയിട്ടിരിക്കുന്നു. കാണുന്ന എല്ലാവരും എന്താണ് പറ്റിയതെന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. സ്ക്രീനിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയതാണോ എന്നൊക്കെ കുറെ ആളുകൾക്ക് സംശയമുണ്ട്. ടേയോണും ഇതെല്ലാം കാണുന്നുണ്ട്. എല്ലാവരും ഒക്കെ വിളിച്ചു നോക്കിയിട്ടും ആങ്കർ ലീ അവിടുന്ന് അനങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റുഡിയോയിലെ ആളുകൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവും. അവരന്നേരം തന്നെ ഹാദിന്റെ മൂവി ട്രെയിലർ പ്ലേ ചെയ്യും. അതുകൊണ്ട് തന്നെ ആളുകളൊന്നും അവിടെ സ്റ്റുഡിയോയിൽ എന്താണ് പിന്നീട് സംഭവിച്ചതെന്ന് കാണുന്നില്ല. അന്നേരമാണ് ഹാദൻ എഴുന്നേറ്റ് എന്ന് ഇവനെ വിളിക്കാനായിട്ട് തുടങ്ങുന്നത്. സ്റ്റുഡിയോയിലെ ആളുകളെല്ലാം ഇവന്റെ പേര് ഇങ്ങനെ ഉറക്കെ വിളിച്ചോണ്ടേയിരിക്കും. പെട്ടെന്ന് അവന് ബോധം വരും. ഇവന്റെ കൈ പിടിച്ച് മാറ്റിയിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും സോറിയൊക്കെ പറയും. എനിക്ക് കുറച്ച് തണുത്ത വെള്ളം കിട്ടുമെന്നും ചോദിക്കും. ഇത് കേൾക്കുന്നുണ്ട് ഹാദൻ അവളുടെ കയ്യിൽ നിന്ന് വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവൻ അത് വാങ്ങിക്കത്തില്ല. എന്നിട്ട് അവിടുന്ന് സ്റ്റാഫ് ഒരാൾ കൊണ്ട് കൊടുക്കുന്ന വെള്ളമാണ് അവൻ കുടിക്കുന്നത്. ഇയാൾക്ക് ഹെൻറി ഡേവിഡിനെ ഇഷ്ടമാണോ എന്ന് ജംഗ്ഹൂൺ ചോദിക്കും. ഉടനെ ഹാദൻ ചോദിക്കുന്നത് അത് ആരാണെന്നാണ്. അയാളൊരു ഫിലോസഫറും റൈറ്ററും ഒക്കെ ആയിരുന്നു. ആ ആള് പറഞ്ഞ വേർഡിങ്സ് ആണ് ഇയാൾ ഇപ്പോ എന്നോട് പറഞ്ഞതെന്ന് പറയും. ആണോ, എവിടെയാണ് വായിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല എന്നാണ് ഹാദിൻ അന്നേരം പറയുന്നത്. ഇവരുടെ ബ്രേക്ക് തീരാറാവും. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ട്രെയിലർ പ്ലേ ചെയ്യേണ്ടി വന്നതുകൊണ്ട് തന്നെ ഇവരുടെ സമയം ഇനി കുറച്ചു നേരം കൂടിയേ ഉള്ളൂ. അതുകൊണ്ട് ബ്രേക്ക് കഴിയുമ്പോൾ അവളുടെ മൂവിയെ പറ്റി ചോദിക്കും. അടുത്ത ആഴ്ചയാണ് പുതിയ മൂവി റിലീസ് ചെയ്യുന്നത്. അപ്പം വ്യൂവേഴ്സിന്റെ അടുത്ത് എല്ലായിടത്തും മൂവി പോയി കാണണം എന്നൊക്കെ ഹാദിൻ പറയും. അതിനുശേഷം ആങ്കർ ലീയുടെ അടുത്തും പറയും കണ്ടതിന് ശേഷം അഭിപ്രായം പറയണമെന്ന്. അവനത് സമ്മതിക്കും. ഹാദിൻ തിരിച്ച് റൂമിലേക്ക് വരുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ ഫുൾ ഇവക്കെതിരെയുള്ള കമന്റ്സ് ആണ്. അവർ നോക്കുമ്പോൾ ഇവള് കസേരയിൽ നിന്ന് എഴുന്നേക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ. അതിനുശേഷമാണ് അവർ ട്രെയിലർ പ്ലേ ചെയ്യുന്നത്. അപ്പൊ എഴുന്നേറ്റ് പോയത് ജംഗ്ഹൂണിനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്നും ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവക്ക് ജംഗ്ഹൂൺ ചോദിച്ചത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി പോയതാണെന്നുള്ള രീതിക്കാണ് ആളുകൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ബ്രേക്കിന് പോയെന്നുള്ള രീതിക്കാണ് ആളുകൾ വിചാരിക്കുന്നത്. ഫുൾ സോഷ്യൽ മീഡിയ ഫുൾ ഇവക്കെതിരെ ബാഡ് കമന്റ്സ് ആണ്. ഇത് കാണുമ്പോൾ ഹാക്കിങ്ങിന് ദേഷ്യം വരും. നമ്മളൊന്നും ചെയ്തതല്ലല്ലോ, തെറ്റ് അയാളുടെ ഭാഗത്തല്ലേ. എന്നിട്ടും എല്ലാവരും എന്തിനാണ് നമ്മളെ കുറ്റം പറയുന്നത്? അയാളെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണോ? ഇനി ഇവിടെ ഒരു നിമിഷം കൊണ്ട് നിൽക്കണ്ട, നമുക്ക് പോയേക്കാം എന്നൊക്കെ പറയും. അപ്പം ഇവരുടെ സെഗ്മെന്റേ തീർന്നിട്ടുള്ളൂ. അവൻ വീണ്ടും ബാക്കി ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തീരുമല്ലോ, നമുക്ക് യാത്ര പറഞ്ഞിട്ട് പോയാൽ പോരെയെന്ന് ഹാദിൻ ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ല, ഇന്നൊരു ദിവസം ഇങ്ങനെ പോട്ടെ, നമുക്ക് നാളെ മാഗസീൻ ഇന്റർവ്യൂ ഉണ്ടല്ലോ, അതിൽ നമുക്ക് സത്യാവസ്ഥ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് മിസ് പാർക്ക് ഇവളെ ആശ്വസിപ്പിക്കും. മിസ്റ്റർ എന്നെ റൂമിലേക്ക് വിളിപ്പിക്കും. മിസ്റ്റർ കിമ്മും അവിടെ ഉണ്ട്. എന്താണ് നിന്റെ റീസൺ എന്ന് അറിയണമെന്ന് കിം പറയും. അപ്പൊ ഞാൻ പറയുന്നത് പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. അടുത്ത ചോദിക്കാനുള്ളത് എന്താണ്, ഞാൻ മറന്നുപോയി എന്നാണ്. ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്ക്രിപ്റ്റ് അനുസരിച്ച് പോകണം, സ്ക്രിപ്റ്റ് അനുസരിച്ച് ചോദിക്കണം എന്ന്. നീ ആവശ്യമില്ലാത്തൊക്കെ ചോദിക്കാൻ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ അവനെ വഴക്ക് പറയും. എന്തായാലും അങ്ങനെ ഒരു സിറ്റുവേഷൻ മിസ്റ്റർ കിം നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു എന്ന് മിസ്റ്റോയെ അപ്രിഷിയേറ്റ് ചെയ്യും. എനിക്ക് കുറച്ചും കൂടി സംസാരിക്കാനുണ്ട് ജംഗ്ഹൂണിന്റെ അടുത്ത്, അതുകൊണ്ട് പൊക്കോളാനായിട്ട് പറഞ്ഞിട്ട് മിസ്റ്റർ കിമ്മിനെ പറഞ്ഞു വിടും. മിസ്റ്റോയ് ഇവനെ വിളിച്ചിട്ട് ചോദിക്കുന്നത് എന്താണ് പറ്റിയത്, ഇയാളുടെ കണ്ടീഷൻ കൂടുതൽ മോശമായോ, മരിക്കാൻ പോവാണോ എന്നുള്ള രീതിക്കാണ് സംസാരിക്കുന്നത്. ഇവനിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് മിസ്റ്റോയുടെ അടുത്ത് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാത്തതുകൊണ്ട് അവരത് കാര്യമാക്കിയില്ല. പക്ഷെ ഇന്ന് എന്തോ സീരിയസ് ആണ് സംഭവം എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയാം. ആ കാരണം ഞാൻ ഇനി മുതൽ അവോയ്ഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ സംഭവിക്കത്തില്ലെന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് അവൻ അവിടുന്ന് പോകുന്നത്. ടേയും ജംഗ്ഹൂണിനെ കാണാനായിട്ട് വരും. നിന്റെ കണ്ടീഷൻ കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുകയാണ്, അത് നമുക്ക് ഇന്ന് മനസ്സിലാകുന്നുണ്ട്, നീ കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്ന് പറയും. എന്തായാലും സിറ്റുവേഷൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ആൽക്കഹോൾ മാത്രമാണ് കാരണം എന്ന് എനിക്ക് തോന്നുന്നില്ല, ഹാദിനാണ് കാരണം. അവള് പറഞ്ഞ കാര്യങ്ങൾ പണ്ട് സേയൂൺ എന്നോട് പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ജംഗ്ഹൂൺ ടേയൂണിന്റെ അടുത്ത് പറയും. അത് കേൾക്കുമ്പോൾ അവന്റെ മുഖം മാറും. ഞാൻ ആൽക്കഹോൾ കുടിക്കാനും കാരണം ഹാദിനാണ്, അതുകൊണ്ട് മൊത്ത പ്രശ്നങ്ങൾക്കും കാരണം ഹാദിനാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അവളെ അവോയ്ഡ് ചെയ്താൽ മതിയല്ലോ. അത് എന്തായാലും ഞാൻ നോക്കിക്കോളാം. ഇനി ഹാദിനെ മീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഇനിയും സംഭവിക്കാനും പോകുന്നില്ല എന്നുള്ള രീതിക്ക് ജംഗ്ഹൂൺ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെ മിസ്റ്റോയുടെ കോള് വരും. മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും വിളിക്കുന്നത്. ചെല്ലുന്നില്ല എന്ന് ജംഗ്ഹൂൺ കുറെ തവണ പറയുന്നുണ്ടെങ്കിലും മിസ്റ്റോ ചെല്ലാനായിട്ട് നിർബന്ധിക്കും. ചെല്ലുന്നുണ്ടെ അവിടെ ഹാദിൻ ഇരിപ്പുണ്ട്. അവൻ അവളെ അവിടെ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവന്റെ മുഖം മാറും. അപ്പം അവൻ സർപ്രൈസ്ഡ് ആയി എന്നാണ് അവർ രണ്ടുപേരും വിചാരിക്കുന്നത്. മിസ്റ്റർ പറയുന്നതന്നെയാണ് അവൻ കാരണം ആളുകളുടെ ചീത്ത മുഴുവൻ കേൾക്കുന്നത് ഹാദിനാണെന്ന് അവന് മനസ്സിലാകുന്നത്. അതുവരെ അവൻ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അവള് പറയും അതൊന്നും സാരമില്ല, ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല എനിക്കിങ്ങനെ ആളുകളുടെ ഹെയ്റ്റ് കമന്റ്സ് കിട്ടുന്നത്. ഒരാഴ്ച കഴിയുമ്പോൾ അത് തന്നെ തന്നെ അങ്ങ് നിന്നോളും എന്നുള്ള രീതിക്ക് സംസാരിക്കും. ജംഗ്ഹൂൺ ആൽക്കഹോൾ കുടിക്കാതിരിക്കുന്ന കാണുമ്പോഴത്തേക്കും ഇവിടെ ഒഴിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ വേണ്ടാന്ന് മിസ്റ്റോയ് പറയും. അപ്പൊ ഇവൻ പറയുന്നത് എനിക്ക് ആൽക്കഹോൾ ഇഷ്ടമല്ല എന്നാണ്. അതുകൊണ്ടായിരിക്കാം നേരത്തെ അങ്ങനെ റിയാക്ട് ചെയ്തതെന്ന് ഹാദിന് മനസ്സിലാവും. അപ്പൊ ഹോബി എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഇവള് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹോബി ഒന്നും ഇല്ല എന്നാണ് അവൻ പറയുന്നത്. ഇവരെന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് മിസ്റ്റോ വിചാരിക്കുമ്പോഴത്തേക്കും ഒരു കോള് വരും. ഹസ്ബൻഡാണ് വിളിക്കുന്നത്. അന്നേരമാണ് നമുക്ക് മനസ്സിലാവുന്നത് മിസ്റ്റോയുടെ ഹസ്ബൻഡാണ് മിസ്റ്റർ കിം എന്ന്.
അപ്പൊ ഹാദിന് ഒരു ബുദ്ധിമുട്ടുണ്ടായി അവർ കാരണം, ജംഗ്ഹൂൺ കാരണം. ഹേറ്റ് കമന്റ്സ് മുഴുവൻ കിട്ടുന്നത് അവൾക്കാണ്. അപ്പൊ സിറ്റുവേഷൻ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണെന്ന് മിസ്റ്റോയ് പറയും. മിസ്റ്റോയ് പോയി കഴിഞ്ഞിട്ട് മ്യൂളി ഇങ്ങനെ നല്ല എന്തൂസിയാസ്റ്റിക് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റോയുടെ ഹസ്ബൻഡ് അല്ലേ വിളിച്ചത്, എന്നോട് പറഞ്ഞായിരുന്നു അവരുടെ ലവ് സ്റ്റോറിയെ പറ്റി, ചേർച്ചിൽ വെച്ചിട്ട് ചെറുതായിരുന്നപ്പോൾ കണ്ടതാണ്, എന്നിട്ടാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർ കല്യാണം കഴിച്ചത്, എല്ലാവർക്കും ആ ഭാഗ്യമൊന്നും കിട്ടത്തില്ല, എത്ര നല്ലതാണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവനാണെങ്കിൽ ഇതിലൊന്നും താല്പര്യം കാണിക്കുന്നില്ല. പക്ഷെ അവൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇയാളുടെ ഫസ്റ്റ് ലവ് എന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് ഓർമ്മയില്ല എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ വരാൻ ഒരു വഴിയില്ല. ബാക്കി എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഫസ്റ്റ് ലവിനെ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് മിഡിൽ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു. ഞാൻ അന്ന് ബാലെ പഠിക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അവിടെ സ്റ്റുഡിയോയിൽ ഒരു ആൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവനായിരുന്നു എന്നൊക്കെ പറയാം. അതിനെപ്പറ്റി ഞാനങ്ങും ആർട്ടിക്കിൾസ് വായിച്ചിട്ടില്ലല്ലോ, ഇയാൾ എത്ര നാൾ പഠിച്ചു, എന്തിനാണ് ക്വിറ്റ് ചെയ്തതെന്നുള്ള രീതിക്ക് ജംഗ്ഹൂൺ ചോദിക്കുമ്പോൾ കുറച്ച് നാളെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഞാൻ അതിനെപ്പറ്റി എങ്ങും സംസാരിച്ചിട്ടില്ല, ഇഞ്ചുറി കാരണമാണ് ക്വിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്തതിന് എനിക്ക് അതിനുള്ള ടാലന്റ് ഇല്ലായിരുന്നു എന്ന് ഹാജൻ പറയും. അതെന്താ അതിനെപ്പറ്റി ചോദിച്ചത് എന്ന് വീണ്ടും ചോദിക്കുമ്പോഴത്തേക്കിനും ഞാൻ ഒരാളെ പറ്റി ഓർത്തു എന്ന് ജംഗ്ഹൂൺ പറയും. ശരിക്കും ഇവന്റെ ഗേൾ ഫ്രണ്ട് സെയും ഒരു ബാലറീന ആയിരുന്നു. അതാരാണ്, ആരെ പറ്റിയാണ് ഓർത്തതെന്ന് ഇവള് വീണ്ടും ചോദിക്കും. ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇയാളുടെ ഫസ്റ്റ് ലവ് ആണോ, എന്നെ കാണുമ്പോൾ ആ കുട്ടി ഓർമ്മ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല ഒരിക്കലും ഇല്ല എന്ന് ഇവൻ പെട്ടെന്ന് ചാടിക്കയറി പറയും. അപ്പൊ ഇയാൾക്ക് ഓർമ്മയില്ല എന്നല്ലേ എന്നോട് പറഞ്ഞത്, പിന്നെ ഇപ്പോ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ അല്ലല്ലോ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് വീണ്ടും വീണ്ടും ഇവനെ കൊണ്ട് എന്തെങ്കിലും പറയിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് മിസ്റ്റർ എവിടേക്ക് വരുന്നത്. എനിക്ക് വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് പോകണം, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചിരിക്കുക, ബില്ലൊക്കെ ഞാൻ പേ ചെയ്തിട്ടുണ്ട്, അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ജംഗ്ഹൂണിന്റെ അടുത്ത് പ്രോപ്പറായിട്ട് ഹാജിന്റെ അടുത്ത് അപ്പോളജൈസ് ചെയ്യണം എന്നും കൂടി പറഞ്ഞിട്ടാണ് മിസ്റ്റർ പോകുന്നത്. ജംഗ്ഹൂൺ അന്നേരം തന്നെ അപ്പോളജൈസ് ചെയ്യും. അതൊന്നും സാരമില്ലെന്ന് ഹാജിൻ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയാലോ എന്ന് ചോദിക്കും. ഇയാൾ എന്തിനാ ഇങ്ങനെ ധൃതി വെക്കുന്നത്, കുറച്ചു നേരം ഇരുന്നിട്ട് പോയാൽ പോരെ എന്ന് ഹാജിൻ ചോദിക്കുന്നുണ്ട്. ഞാൻ അപ്പോളജൈസ് ചെയ്തു, ഇയാളത് അക്സെപ്റ്റും ചെയ്തു, പിന്നെന്തിനാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പം അവിടുന്ന് റെസ്റ്റോറന്റിൽ നിന്ന് ഒരു സ്റ്റാഫ് വന്നിട്ട് ഇവർക്ക് ഒരു ഡിഷ് കൊടുക്കും. ഇത് ഞങ്ങളുടെ വകയാണ്, പേ ചെയ്യേണ്ട എന്നുള്ള രീതിക്ക് പറയും. എന്നിട്ട് രണ്ടുപേരുടെ അടുത്തും ഓട്ടോഗ്രാഫ് ചോദിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പൊ ഒരു റീസൺ ആയല്ലോ, നമുക്ക് ഇങ്ങനെ ഫുഡ് വേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ, എക്സ്ട്രാ ഡിഷ് കിട്ടിയതല്ലേ, അതൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം ഇവിടെ ഇരിക്കാം, ഇനി അവർക്ക് ഓട്ടോഗ്രാഫും കൊടുക്കണമല്ലോ, അപ്പം ഇരിക്കാനുള്ള റീസൺ ആയില്ലേ എന്ന് ഹാജൻ ചോദിച്ചു. ജംഗ്ഹൂൺ ഉടനെ അവിടെ നിന്ന് ഒരു ഗ്ലാസ്സിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കും. കുടിച്ചു കഴിയുമ്പോഴാണ് അത് ആൽക്കഹോൾ ആണെന്ന് മനസ്സിലാവുന്നത്. ഇയാൾ എന്താ ഇയാളുടെ ചുറ്റും ആൽക്കഹോൾ എപ്പോഴും കാണുമെന്നുള്ള രീതിക്ക് ഹാജന്റെ സംസാരിക്കുന്നുണ്ടെ ഞാൻ ആ ഗ്ലാസ് മാറ്റി വെക്കാനായിട്ട് മറന്നുപോയി എന്ന് ഇവിടെ പറയും. അപ്പൊ ഇതിന് ദേഷ്യം വരും. ഇനി ഇയാളുടെ കൂടെ ഇരുന്നാൽ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് അറിയാനായിട്ട് പറ്റത്തില്ല, എനിക്ക് ഇവിടെ ഇരിക്കേണ്ട റീസൺ ഇല്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ജംഗ്ഹൂൺ വന്ന് ടാക്സി വിളിക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഹാജൻ പുറകെ ഓടി വന്ന് ടാക്സി പറഞ്ഞു വിടും. ഇവന് ദേഷ്യം വരും. ഇയാൾ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൾ തിരിച്ചു ചോദിക്കും, എനിക്കും അത് തന്നെയാണ് ചോദിക്കാനുള്ളത്, ഇയാൾ എന്തായി കാണിക്കുന്നതെന്ന്. അങ്ങനെ ഇവൻ തിരിച്ചു ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക, ഇയാൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇയാൾക്ക് എന്നെ ഇഷ്ടമാണോ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയും. ഇയാൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, നമ്മൾ ആദ്യമായിട്ട് ഇന്നാണ് കാണുന്നത്, എന്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ഇയാളെ ഇന്റർവ്യൂ ചെയ്തു, അവിടെ വെച്ച് കഴിഞ്ഞു നമ്മുടെ പരിചയം, അതിനപ്പുറത്തേക്ക് നമുക്ക് യാതൊരു പരിചയമില്ല, പിന്നെ എന്തിനാണ് ഇത്രയും ലേറ്റ് ആയിട്ട് നമ്മൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നതും ഫുഡ് കഴിക്കുന്നതും, റീസൺ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് അവൻ ഹാജിന്റെ അടുത്ത് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ആവാം, അപ്പൊ പിന്നെ പ്രശ്നം ഇല്ലല്ലോ എന്ന് ഹാജിൻ ഉടനെ പറയും. ഇത് കേൾക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല എന്നാണ് ഇവൻ പറയുന്നത്. റീസൺ ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇയാളെ ഇഷ്ടമല്ല, ഇയാള് റെക്ലെസ് ആണ്, തോട്ട്ലെസ് ആണ്, ഒട്ടും കൺസിഡറേറ്റ് അല്ല എന്നുള്ള രീതിക്ക് സംസാരിക്കും. അപ്പൊ ഇയാളുടെ കാര്യം, ഇയാൾ എത്ര റൂഡായിട്ടാണ് എന്നോട് പെരുമാറുന്നതെന്ന് അറിയാമോ എന്ന് ഹാജിൻ ഇവനോട് ചോദിക്കും. അതുകൊണ്ട് ഇവൻ തിരിച്ചു ചോദിക്കുന്നത് ഞാൻ റൂഡാണെന്നാണോ പറയുന്നത്, ഇയാൾക്ക് എൻ്റെ അടുത്ത് സംസാരിക്കണം അല്ലെങ്കിൽ എൻ്റെ കൂടെ കഴിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ ആദ്യം എന്നോട് പെർമിഷൻ ചോദിക്കണമായിരുന്നു, അതല്ലാതെ എൻ്റെ ബോസിനോട് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു വരുത്തുകയല്ല ചെയ്യേണ്ടിയിരുന്നതെന്ന് പറയും. ഇവള് പറയും അത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അത് അങ്ങനെയല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഹാക്കിങ് അവിടേക്ക് വരും. എന്താ പറ്റിയത്, ഫോൺ എന്താ എടുക്കാൻ ഞാൻ ചോദിച്ചിട്ടാണ് അവള് വരുന്നത്. ആ സമയം നോക്കി ഇവന് ടാക്സി വിളിച്ച് അതിൽ കയറി പോകും. ഇതൊക്കെ പെട്ടെന്ന് തന്നെ നടന്നു. അതുകൊണ്ട് ഹാദിനെ ഒന്നും പറയാനൊന്നും പറ്റിയില്ല. അവളുടെ നിപ്പ് കാണുമ്പോഴത്തേക്കും ഹാക്കിങ്ങിന് സംശയം തോന്നും. എന്തെങ്കിലും പറ്റുമോ, നിങ്ങൾ തമ്മിൽ വഴക്കം എന്തെങ്കിലും ഉണ്ടായോ, എന്താ പ്രശ്നം എന്ന് ചോദിക്കും. എന്നെ എന്തൊക്കെയോ വഴക്ക് പറഞ്ഞു എന്ന് ഇവൾ അന്നേരം പറയും. ജംഗ്ഹൂണിനെ രാവിലെ ജൂനിയറിന്റെ കോള് വരും. ഉറങ്ങുമായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. ഇവൻ ഉറക്കത്തിൽ നിന്നാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. ഇത്രയും രാവിലെ വിളിച്ചാൽ ഞാൻ ഉറങ്ങുമായിരിക്കും, നിനക്ക് അറിയാലോ, എന്തെങ്കിലും ബ്രേക്കിംഗ് ന്യൂസ് പറയാനല്ല നീ വിളിച്ചതെങ്കിൽ നിനക്ക് ഞാൻ ഓഫീസിലേക്ക് വരുമ്പോൾ തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുന്നുണ്ടേ. ബ്രേക്കിംഗ് ന്യൂസ് പറയാൻ തന്നെയാണ് ഞാൻ വിളിച്ചത്. ആങ്കർ ലീ ജംഗ്ഹൂണിന്റെ ലവ് സ്കാൻഡലാണ് ഏറ്റവും വലിയ ബ്രേക്കിംഗ് ന്യൂസ്. ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പൊ സെർച്ച് ചെയ്യുന്നത് ആങ്കർ ലീയെ പറ്റിയിട്ടാണ്. കമന്റ് സെക്ഷൻസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. ജംഗ്ഹൂൺ നോക്കുന്നുണ്ട് ഹാദിനെ ചേർത്താണ് ന്യൂസ് വന്നേക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ അവന് ദേഷ്യമാവും. അപ്പൊ തലേദിവസം ടാക്സി വിളിക്കാൻ നിന്നപ്പം എടുത്ത ഫോട്ടോസ് ആണ്. ഇത്ര ഒരു വലിയ കാര്യം ഉണ്ടായിട്ടല്ലേ ഞാൻ ഇത്രയും രാവിലെ വിളിച്ചത്, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കത്തില്ലല്ലോ. എനിക്ക് പല സ്ഥലത്തുനിന്നും കോൾസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, സത്യമാണോ എന്ന് ചോദിച്ചിട്ട്. അതിനെപ്പറ്റി എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെ പേഴ്സണൽ നമ്പർ അവർ ചോദിച്ചു, അത് തരാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് ജൂനിയർ ചോദിക്കും. നമ്മുടെ ചാനലിന്റെ എന്റർടൈൻമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്നെ വിളിച്ച് ചോദിച്ചു എന്ന് ജൂനിയർ പറയുമ്പോഴത്തേക്കും ഇത് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനായിട്ടില്ല, ഇത് കള്ളമാണ്,
വെറും ഗോസിപ്പ് മാത്രമാണെന്ന് അവരോട് പറഞ്ഞേക്കാനായിട്ട് ജംഹൂൺ പറയും. പക്ഷെ ഇവൻ വീണ്ടും ഉറപ്പാണോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട്. നീ എന്തിനാണ് ഇങ്ങനെ സംശയത്തോട് ചോദിക്കുന്നത്? ഇത് മിസ്റ്റോയ് ഇന്നലെ ഞങ്ങളെ രണ്ടുപേരും കൂടി ഡിന്നറിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നു. അവിടുന്ന് ഇറങ്ങാൻ നേരത്ത് കുറച്ചു നേരം നിന്ന് സംസാരിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അന്നേരം എടുത്തേക്കുന്ന ഫോട്ടോസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഹാദിൻ ഇത് ചെയ്തതെന്നുണ്ടെ ജൂനിയർ ചോദിക്കും. ഹാക്കിംഗ് പാനിക്കായിട്ട് വരുമ്പോഴത്തേക്കും ഹാദിൻ കൂളായിട്ട് ഇരിക്കുകയാണ്. ലവ് സ്കാൻഡൽ അല്ലേ, അതിന് ഇത്ര ബഹളം വെക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കും. അതല്ല, അടുത്ത ന്യൂസ് വന്നിട്ടുണ്ട്, എപ്പോഴാണ് ന്യൂസ് റിപ്പോർട്ടറിനെ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ഹാദിൻ ചിരിക്കും. അടുത്ത ന്യൂസ് വന്നേക്കുന്നത് ഹാദിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ജംഹൂണുമായിട്ട് റിലേഷൻഷിപ്പിലാണെന്ന് സമ്മതിച്ചു എന്നാണ്.